എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു ലിസ്റ്റിൻ ആൻഡ് ഫാമിലി ക്രൂ ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നതിലുപരി ലിസ്റ്റിൻ ആൻഡ് ഫാമിലി. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. ബിൻഡോ ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ എനിക്ക് ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ് ദിലീപേട്ടൻ. ഇത്രയും നാൾ നീണ്ട് ഒരു കാലം വേണ്ടി വന്ന് വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ എന്തായാലും വളരെ സന്തോഷം. ഇതിലും ഷാരിസും ബിൻഡോയൊക്കെ ഇവിടെ നിന്നിട്ട് വികാരഭരിതമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതിവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവരുടെ ആ ഒരു ഡബ്ബിങ്ങിന് പോയിട്ട് എന്നെ ഒരു 4-5 പ്രാവശ്യം കറക്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ഓരോ ഷാരിസൊക്കെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഷോട്ടും ഞാൻ, കാരണം ആ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രസവിച്ച് കഴിഞ്ഞ ഒരു അമ്മയുടെ അവസ്ഥയാണ് ഷാരിസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. കരയണ്ട, ഇപ്പോഴും ഇരുന്ന് കരയുക. രണ്ടാം ഷാരിസ്, ആ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളെടുത്ത എഫേർട്ട്, ആ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, അതിൻ്റെ എന്തായാലും ദൈവം തരാതിരിക്കില്ല. ലിസ്റ്റിനും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല. ഞാനതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട്, സാധാരണ എല്ലാവരും പറയും പോലെ മഞ്ജുവിനെപ്പോലും ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. സോ താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിൽ ഫാമിലിയിൽ ഒരു പാട്ടാക്കിയതിൽ വളരെ സന്തോഷം. ഇനിയും ഈ യാത്രയിൽ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ദിലീപേട്ട, താങ്ക് യു ജോൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പറഞ്ഞു വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വരേണ്ടതൊരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട, അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴികക്കല്ലും ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ എന്നെ വിളിച്ച്, ദിലീപേട്ടനെ ഞാൻ കൂടി ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട്. ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ലിസ്റ്റ് ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ്. ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും. ആൽവിൻ ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്. ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അരുഞ്ഞേട്ടൻ കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ, അവൻ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിന്റെ, കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് ബിൻഡോ. ആ സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം, പക്ഷെ ഇന്നും ആ ഒരു വേഷം തന്നതിന്റെ നന്ദി ഞാൻ അവരോട് അറിയിക്കാറുണ്ട്. ഈ സിനിമ തുടക്കം മുതൽ, ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്ത കാര്യം വരെ വിളിച്ചു പറയുന്ന ബിൻഡോയ്ക്കാണ്. എടാ, നിന്റെ നല്ല മനസ്സിന്, ഈ പറയുന്ന, ഞാൻ ഹൃദയം കൊണ്ട് പറയാണ്, നിന്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുള്ളൂ. പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമ ഗംഭീരമാവും, ഒരു സംശയവും വേണ്ട. നല്ലതേ വരും.
താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. Magic Friends, me being a non-Malayali, I think since long time, from Janaganamana to Garudan, lot of wonderful movies they have created, and I can proudly say my father and I have always been saying the same thing. We are big fans of Malayalam films. I think the entire India, the world now. So for Prince and family, all my heartiest wishes to Magic Frames, to director sir, and especially Dilip Vetan. What to say about you, what to talk about you, have been all of our favorites. I still remember few days back we met in Kochi airport. I didn't notice him. Suddenly Moksha, then I saw, my God, Dilip Vetan himself calling me, and really means a lot, sir. And I would love to work with Magic Frames, Dilip Vetan and the entire team. All the very best, heartiest wishes. Please watch Prince and Family on 9th May. Yeah, I'm also coming to watch the show, the first day first show. All the best. Thank you. നമസ്കാരം. ഈ പടത്തിൽ ഞാനില്ല, എങ്കിലും എൻ്റെ ആ ഒരു കെട്ടിയോളാണ്ട മലാഹ, അത് എന്നെ ഞാനാക്കിയ മൂവിയിൽ ഒന്നാമത് നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദിലീപേട്ടൻ്റെ ഈ പടം ഏറ്റവും ഹിറ്റുകളിൽ ഒന്നാവട്ടെ, ഒരുപാട് ഹിറ്റുകൾ ഇനി ഉണ്ടാകട്ടെ. ലിസ്റ്റിൽ തൊട്ടതൊക്കെ 100 മേനി കൊയ്തിട്ടുണ്ട്, അതിൽ ഇതും ഇടം നേടുമെന്ന് ഉറപ്പാണ്. എങ്കിലും ജോൺചേട്ടാ, മഞ്ജു എന്നോട് അവിടുന്ന് പറഞ്ഞ്, നീ പ്രസംഗിക്കാൻ പോവാണ്, ഇത് സംസാരിക്കാൻ പോവാണെങ്കിൽ എന്നെ പുകഴ്ത്തി പറയണം, മഞ്ജു മുത്താണ്, പൊന്നാണ്, സ്വത്താണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം ആണെന്ന് ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എനിക്ക് അഭിമാനം എന്ന് പറയാൻ, ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഫാൻസ് റിയാസ് എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവിൻ്റെ മകനാണ്. ഞാനും ദിലീപേട്ടൻ്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി അവരുടെ കൂടെയൊക്കെ നിന്ന ആളാണ്. പക്ഷെ എന്നെ അവൻ അടുപ്പിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്നലെ ദിലീപേട്ടനെ കണ്ടോ, ഇന്ന് കണ്ടോ? അവൻ എന്നും കണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് കള്ളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദിലീപേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുകയും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ദിലീപേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ ആവുകയും ദിലീപേട്ടനായിട്ടുള്ള ഫോട്ടോയെ കണ്ടപ്പോൾ പിന്നെ അവരോട് അടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ച് തരണേ എന്നൊക്കെ പറയാനും തുടങ്ങി. എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട, ലിസ്റ്റ് ബായ്. ഞാൻ ഏറ്റവും പറഞ്ഞ നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ, സനലെ, ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണിച്ചേട്ടൻ്റെ അഭിനയമാണ്. അതെനിക്ക് കാണണം, അതെനിക്ക് കാണണം. എന്തായാലും ഞാനും ഇപ്പോൾ ലിസ്റ്റിൻ ഫാമിലിയിൽ ഒരംഗമാണ്. അപ്പോൾ ലിസ്റ്റിൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വൺ ഹിറ്റ് അവിടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടെയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്ന 100% ഉറപ്പാണ്. കാരണം ആ ഇരിക്കുന്ന ആ റോയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും പറയുകയാണ്, ഈ പടം വൻ ഹിറ്റാവട്ടെ. വീണ്ടും ദിലീപേട്ടൻ്റെ വീണ്ടും എനിക്കും അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സിനിമയിൽ ചിലപ്പോൾ എൻ്റെ മുഖം ചില പുണ്യമായുന്ന സീനുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നത് എന്നെ രഞ്ജിത് സാറാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സാർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളില്ല, ചെറിയ നടന്മാരേ ഉള്ളൂ. ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോഴും അതാണ് എപ്പോഴും നോക്കാറ്. ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അപ്പം ചില ആളുകളൊക്കെ ഷാരിസൊക്കെ എന്നെയും പറയാറുണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എൻ്റെ മാക്സിമത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ, എനിക്കറിയില്ല. ബാക്കി കാര്യങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് പറയാം. ദിലീപേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത്, ദിലീപേട്ടൻ്റെ കൂടെ എനിക്കൊന്ന് സിനിമ വെച്ചാൽ ഷൂട്ട് കഴിയുന്നതിന് ഒരു 3 ദിവസം മുന്നേ കണ്ടാണ് ഞാൻ ദിലീപേട്ടനൊക്കെ സംസാരിക്കുന്നത്. അതുവരെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ ബാക്കിൽ പോയി ജസ്റ്റ് കാണും. കാരണം ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടായിരുന്നു. 3 ദിവസവും 4 ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു,
ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ എന്താ അടിയിൽ കൈ വെച്ചിരുന്ന സംസാരിച്ചത്. നിങ്ങൾ ഈ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് പുതിയ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. എല്ലാവരും കുറച്ച് സമയം എടുക്കും. പ്ലീസ് ബെയർ വിത്ത് മീ. ഈ സിനിമയിലെ ഒരു ജേർണിയിൽ കടന്നു പോകുമ്പോൾ പല പോയിന്റിലും ഞാൻ എൻ്റെ ടീമിനോട്, ബിൻഡോനോട്, ഡയറക്ഷൻ ടീമിനോട്, സനലിനോട്, സാഗറിനോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം മൈക്ക് നമ്മുടെ കയ്യിൽ വരോടാ, ഒരു ദിവസം ഈ മൈക്ക് നമ്മുടെ കയ്യിൽ വരോടാ. ആ മൈക്ക് ഞങ്ങൾ നേടിയെടുത്താണ്, ഈ ടീം നേടിയെടുത്താണ്. മാജിക് ഫ്രെയിംസിൽ ഞാൻ ആദ്യം വരുമ്പോൾ, ജനഗണമനയ്ക്ക് വരുമ്പോൾ എൻ്റെ തലയിൽ നിറച്ച് മുടിയുണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് വരുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യയും കഴിഞ്ഞ് പ്രിൻസ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ മാജിക് ഫ്രെയിംസിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അൺസെൻസേർഡ് ആയിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്നതിൽ ഒരു അച്ചടക്കം ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ, ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. അത് ഞാൻ വേറൊരു നടന്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടന്റെ വേദിയിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നില്ല, ദിലീപേട്ടന്റെ ബിഗ് ഫാൻ. ഞാൻ ഇവിടെ മാത്രമേ ബിഗ് ഫാൻ. ആ ഫാൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപേട്ടൻ. ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊല. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത്, ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ്, എടവനക്കാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ്. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത് സ്ക്രീനിനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്ത് ഞങ്ങളാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടനെ ഞങ്ങൾ ആദ്യം കാണുന്നത്. അവിടെ നിന്ന് മനസ്സിൽ കയറ്റിയതാണ്. ആ ദിലീപേട്ടന് വേണ്ടി എനിക്കറിയില്ല, ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആ ധൈര്യം എനിക്ക് എന്നത് ബിൻഡോ ആണ്. ചിലപ്പോൾ തോന്നും ഇത് എന്താ ഈ ഒരു പടത്തിന്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ല ഏതൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദ മൂവി. ആ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ദിസ് മൂവി ഈസ് ഫോർ യു. നിരാശപ്പെടുത്തില്ല. ലിസ്നേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവും. ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മെയ് 9 ഈ സിനിമ സംസാരിക്കും. എന്നോട് ജെയ്ക് സേട്ടൻ, എൻ്റെ അത്ര അടുത്ത സുഹൃത്ത് ജെയ്ക് സേട്ടൻ പറഞ്ഞിട്ടുണ്ടാ അധികം സംസാരിക്കേണ്ട, സിനിമ സംസാരിക്കട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഈ ടീം, എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ, ഞങ്ങളുടെ എഡിറ്റർ സാഗർ, ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരു പേര് ഞാൻ പറയാതെ പോകരുത്, ജോണി ചേട്ടൻ. ബിൻഡോ പറഞ്ഞതാണ്, ഞാൻ പറയുന്ന എല്ലാവരും പറഞ്ഞു ജോൺ ചേട്ടൻ താങ്ക് യു. ഒരു കാര്യം വിത്ത് 100% കൺവിക്ഷൻ പറയുന്നു, ഈ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്വം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു. കാരണം ഈ സിനിമയിൽ 1% പോലും ഇതിൻ്റെ നിർമ്മാതാവോ ഇതിൻ്റെ നായകനോ മറ്റാരും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. 100% ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ പടത്തിന്റെ റിസൾട്ട് എന്തും ആവട്ടെ, നാളെ റിലീസിന്റെ അന്ന് വനിതയിലല്ലേ ഇതിൻ്റെ റിലീസിന്റെ അന്ന് വനിതാ തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ഈ ലിസ്റ്റം പറഞ്ഞാൽ ഈ പടം ഗംഭീര പടം ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ 100% എഫേർട്ട്, ആ എഫേർട്ട് മൊത്തം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കാനാണ്. ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കി ഏറ്റവും സാധാരണക്കാരനായ പ്രിൻസിനെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇരുന്നിട്ട് അതിൻ്റെ മ്യൂസിക് കറക്ഷനിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ്. പ്രിൻസിൻ്റെ ഈ ഫാമിലിയും ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ. ഇതിൽ പ്രത്യേകം പറയേണ്ട 2 പേരുകളുണ്ട്. റിയാസ്, ദിലീപ് ഭട്ടന്റെ ഫാൻസിൽ റിയാസ് ഇവിടെ ഉണ്ട്. വളരെ സന്തോഷം തോന്നി. ഫാൻസ് ഞങ്ങളെടുത്ത് പറഞ്ഞു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസ് ഷോ അല്ല നടത്താം, 14 ജില്ലയിലും ഫാമിലി ഷോ നടത്താം എന്ന് പറയുന്ന ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ആ സിനിമയുടെ കൂടെ നിൽക്കുന്ന
ഫാൻസ് ദിലീപേട്ടന് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് തീർക്കാൻ. ഈ സിനിമയിൽ ഞങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ് ഈ സിനിമയെ ഏറ്റവും വലുതാക്കി അവതരിപ്പിക്കുക എന്നുള്ളതല്ല. ഇത് 84 ദിവസം എടുത്ത് അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ലിസ്റ്റിനേറ്റ് ചെയ്തൊരു സിനിമയാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞു കുടുംബചിത്രമാണ്. ആ കുടുംബചിത്രം ഇരു കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് പേരുകൾ ഡയറക്ഷൻ ടീമിൽ ഓരോരുത്തരുടെയും പേര് നിഖിൽ ഷിബോട്ടൻ അവരുടെ പേരുകൾ ഞാൻ ഒരാളെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വിളിക്കുകയാണ്. ഗോകുലൂടെ ഉണ്ടോ? അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലീസ് ഗോകുലൂടെ ഉണ്ടോ? ഗോകുലുണ്ടോ? ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ആണ്. ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് അതിൽ വേണ്ട. ഈ ചിത്രത്തിലെ ഇത്രാമത്തെ സീനിലെ ഇത്രാമത്തെ ഡയലോഗ് ഇവിടെ ഉണ്ട്. ഇത്രാമത്തെ റീലിലെ ഇത്രാമത്തെ മ്യൂസിക് സണിലെ ഇവിടെ ഉണ്ട്. ഇന്നലെ നമ്മൾ ചെയ്ത CG ഷോട്ട്സിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഹാർഡ് ഡിസ്ക് ഇപ്പോ ഡിജോയുടെ കയ്യിലാണ്. പള്ളിച്ചട്ടനെ കൊണ്ടുപോയി ഈ ഹാർഡ് ഡിസ്ക്. അപ്പോ പുണ്യാള ഗർഭത്തീസ് ഒരു ഡയലോഗ് ഉണ്ട് ഇതിൽപ്പെട്ട, മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് മുതലാളി പറയുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒരു നല്ല കാലം വന്ന ഹേമന്ത് അത് ഈ ക്രൂവിലുള്ള ഓരോരുത്തർക്കും അവകാശപ്പെട്ടതായിരിക്കും. ഓരോരുത്തർക്കും എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ രണ്ടു വാക്ക് ഇത്രയും പറഞ്ഞില്ലേ എന്ത് രണ്ടു സന്തോഷം മാത്രമേ ആർട്ടിസ്റ്റ് നടന്നിരിക്കുക ഒന്നും പറയാൻ പറ്റില്ല. ഹാപ്പി അല്ലേ? പടം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞങ്ങൾ ഓക്കെയാണ്. പടത്തിന്റെ റിസൾട്ട് എന്തോ ഓക്കെ, അത് പ്രേക്ഷകരെ തീരുമാനിക്കണം. ഞങ്ങൾ ഹാപ്പിയാണ്. ഒരു കാര്യം കൂടെ, ചെറിയൊരു കാര്യം കൂടെ, അതും പറഞ്ഞു നിർത്താനും കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ട്. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഗുരുനാഥൻ ഡെന്നിസ് ജോസഫ് സാറാണ്. ഡെന്നിസ് ജോസഫ് സാർ ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട്, ജോഷ് സാറിന്റെ സിനിമ ചെയ്തിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇത് ആരെ കാണിച്ചാൽ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രിയൻ സാറിനെ പടം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയൻ സാർ ഓക്കെ പറഞ്ഞു കൊടുത്താണ് ആ പടത്തിന് ഒരു കോൺഫിഡൻസ് വരുന്നത്. ഈ ചിത്രം ഞങ്ങൾ ഡിജോ ജോസ് ആന്റണിയെ കാണിച്ചു. ദാറ്റ് ഈസ് അവർ കോൺഫിഡൻസ്. എന്നൻപൻ എൻ്റെ എല്ലാം എൻ്റെയും ബിൻഡോ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഡിജോ, താങ്ക് യു. അപ്പോൾ 9-ാം തീയതി വനിതയിൽ കാണാം. ഹലോ, എൻ്റെ ആദ്യത്തെ പടമാണ്. ഡെബ്യൂ ഫിലിം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, മാജിക് ഫ്രെയിംസിനെ പോലുള്ള വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി, പിന്നെ ദിലീപേട്ടൻ്റെ ഒരു പടം, അതൊക്കെ കിട്ടുമെന്നുള്ളത് വളരെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ഈ ക്യാമറയ്ക്ക് മുന്നിലല്ല ബാക്കിൽ പണിയെടുക്കാൻ താല്പര്യം. താങ്ക് യു സോ മച്ച്. നല്ലൊരു കാര്യം. എന്തൊക്കെ പറയാന്നറിയില്ല. ഞാൻ ബിൻഡോനെ ഉച്ചയ്ക്ക് കാണുമ്പോൾ ബിൻഡോ എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡയലോഗ് ഇവിടെ പറയാനുള്ളത്. ഷാരിസ് മാസം ഇമോഷനൊക്കെ പറഞ്ഞ കയ്യടിയൊക്കെ വരികൂട്ടി. ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രിൻസിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മൂവി മായാമോഹിനിയായിരുന്നു. മായാമോഹിനിയിൽ ഞാൻ അസിസ്റ്റന്റ് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മൈ ബോസ് ആയിരുന്നു. അതിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ മെയിൻ എഡിറ്ററായിട്ട് ദിലീപേട്ടൻ്റെ ഫിലിംസ്. എഡിറ്ററിൻ്റെ ലൈഫിലെ പല ഘട്ടങ്ങളിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ദിലീപേട്ടനൊപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കിന് കൊടുക്കുന്നു, മ്യൂസിക് കിട്ടിയിട്ട് തിരിച്ച് നമ്മുടെ എഡിറ്റിംഗ് ടേബിൾ വരുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ മ്യൂസിക്കിന് കൊടുക്കുന്നു, പിന്നെ എഡിറ്റിങ്ങിന് വരുന്നു, ട്രിം ചെയ്യുന്നു. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ക്യൂൻ സിനിമയിലായിരുന്നു ഡിജോ. പക്ഷെ ഇതിൽ ഞങ്ങളത് വെട്ടിച്ചു. അത്രത്തോളം തവണ അവിടെ ഇവിടെ ഇത് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അസിസ്റ്റൻസും അസോസിയേറ്റും അക്ഷയ് അർജുൻ എല്ലാവരും കൂടി ഉണ്ട്. എല്ലാവരും കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ഔട്ട് നന്നായിട്ട് വന്നിട്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ 2 അനിയന്മാരിൽ ഒരു അനിയനായിട്ടാണ് അഭിനയിക്കുന്നത്.
അതല്ലാതെ ഷാരിസ് ഈ സിനിമയുടെ ഓൺലൈൻ എഴുതുന്ന സമയം തൊട്ട് എനിക്കറിയാം ഇവരനുഭവിക്കുന്ന ഒരു മെന്റൽ ഇതും എല്ലാം നമുക്കറിയാം. അതിൽ നിന്ന് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ ഈ സിനിമയുടെ ഒരു ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതിലും മികച്ച രീതിയിൽ ഈ സിനിമ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ലിസ്റ്റിൻ, ഷാരിസ്, ബിൻഡോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. ദിലീപേട്ടൻ്റെ കൂടെ കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കൂടെ നിർത്തിയതിന് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ക്ലീഷ ഡയലോഗ് ആണെങ്കിലും മെയിൻ റീസൺ ഇസ് ലിസ്റ്റിൻ. പിന്നെ ദിലീപേട്ടൻ, ഒരു പുതിയ സംവിധായകൻ അരങ്ങേറുന്നു, ഷാരിസ്, മാജിക് ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ, സ്നേഹമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തൊരു സിനിമ. ഇപ്പം നമ്മുടെ MC പറയുന്നുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമയാണിത്. അത് കേട്ടപ്പം ഞാൻ തന്നെ ഒന്ന് ഇപ്പം ട്രാഫിക് മുതൽ ഈ ഘട്ടം വരെ എത്തിയപ്പോഴത്തേക്ക് 30 വരെ ആയോ എന്ന് ഞാൻ ചെറിയൊരു അമ്പരപ്പോട് കൂടി ആലോചിച്ചു. പക്ഷേ അതിലൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡിജോ പറഞ്ഞതുപോലെ സിനിമ കണക്കുകൾ പുറത്തുവിട്ടും പുറത്തുവിടാതെയും പ്രതിസന്ധിയും എല്ലാമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടാവുക, നിലനിൽക്കുക, തുടരുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയ സംവിധായകന് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരന് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കഥ പറയണമെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് മുൻകൂർ കച്ചവടങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് ധൈര്യപൂർവ്വം സിനിമ എടുക്കാൻ മുന്നോട്ട് വരുന്ന ബിൻഡോയെ പോലുള്ള പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ പോലുള്ളവർ കടം ചോദിച്ചാൽ സിനിമ നടക്കാൻ വേണ്ടി കാശ് തരുന്ന ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ, ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി, നിർമ്മാതാക്കൾ നിലനിൽക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലിസ്റ്റിൽ മാത്രമല്ല, സ്ഥിരം പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം തന്നെ തുടർച്ചയായി സിനിമകൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം മാജിക് ഫ്രെയിംസിന്റെ 30ാമത് സിനിമ എന്നുള്ളത് തന്നെ ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അളിയ എൻ്റെ 100ാമത്തെ സിനിമയ്ക്കും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ നീഡ് ടു ബി ദെയർ. രണ്ടാമത് ദിലീപേട്ടനെ കുറിച്ച് ഇപ്പോൾ ഷാരിസ് പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയും പറയുന്നത് പോലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. നമ്മൾ ഒരു +2 കയറുന്ന സമയത്ത് അന്ന് ദമ്പിടിക്ക് പോലും വൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ പടം ഇഷ്ടംപോലെ തവണ പല പല തിയേറ്ററുകളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഒരുപാട് എന്റർടൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന്, അത് നമ്മൾ സിനിമാക്കാർക്കിടയിലും അല്ലാതെയും പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ അറിയില്ല, നമ്മുടെ വായന കൊണ്ടായിരിക്കാം, നമ്മുടെ മറ്റ് കലാരൂപങ്ങൾ കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഈ മലയാളി ഓഡിയനെ ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ അന്ന് മീശമാധവനും കല്യാണരാമനും പറക്കുന്നളിയൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായ ഈ ഓഡിയോ ലോഞ്ച് വേദിയിൽ ഇങ്ങനെ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നു. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞാനിങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട, പ്രിൻസ് കാലക്കട്ടെ, മെയ് 9 നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇവിടെ സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം. ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്റ്റ് ആവട്ടെ. അതുപോലെ ബിൻഡോ, പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ ബിൻഡോയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കൂട്ടം പുതിയ ആളുകളുണ്ട്. മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്. അങ്ങനെ ഒരു കൂട്ടം പുതിയ ആളുകൾ കൂടെ ഇതിൽ അരങ്ങേറുന്നു. എന്നിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ മെയ് 9 എന്ന് പറയുന്ന ദിവസം മാജിക് ഫ്രെയിംസിന്റെ ദിവസമാവട്ടെ, ദിലീപേട്ടന്റെ ദിവസമാവട്ടെ, ബിൻഡോയുടെ ദിവസമാവട്ടെ, ഷാരിസിന്റെ ദിവസമാവട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ദിവസമാവട്ടെ. അതോടൊപ്പം മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നമ്പറുകൾ
അഭിമാന പുരസ്സരം മുന്നോട്ട് വെക്കാവുന്ന ഒരു ദിവസം കൂടിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 റിലീസ് ചെയ്യാം. ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ്. മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. തുടക്കം ബിൻഡോ ആണ്. എൻ്റെ സിനിമ കരിയർ, സിനിമ സംഭവിക്കുന്നത് ശരിയാണ്, ഒരു എഴുത്തുകാരൻ്റെ തൂലികയിലൂടെ സിനിമ തുടക്കം കുറിക്കുകയാണ്. അത് കഴിഞ്ഞൊരു സംവിധായകൻ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സിനിമ ആകണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് വേണ്ടി അലഞ്ഞ് അത് സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ പുതിയ പിള്ളേരെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ക്വീൻ എന്ന് പറഞ്ഞു. അന്ന് ഷാരിസും ഞാനും കൂടെ അതിനുവേണ്ടി പുറപ്പെട്ട സമയത്ത് സംഭവം എല്ലാം ശരിയാണ്. എങ്ങനെയാണ് ഈ ഷൂട്ടിൻ്റെ സമയത്ത് ഇത് പ്രാക്ടിക്കലി മാനേജ് ചെയ്യുക, ഈ സിനിമ മുന്നോട്ട് പോവുക, അതിന് വേണ്ട ഒരു ശക്തമായ ഒരു ഡയറക്ഷൻ ടീം വേണം എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ശരിയാണ്, സിനിമ ആക്ഷൻ കട്ട് പരിപാടിയൊക്കെ കൊള്ളാം, സിനിമ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്, തലയിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് അത് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഡയറക്ഷൻ ടീമാണ്. അന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാണ്, ശരിക്കും പറഞ്ഞ മാലാഖയെ പോലെ വന്നാണ് ബിൻഡോ, ഈ ഇരിക്കുന്ന ബിൻഡോ സ്റ്റീഫൻ. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി അന്ന് എൻ്റെ ആദ്യ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എൻ്റെ കൂടെ നിന്ന ബിൻഡോ ഇന്ന് മെയ് 9 ശരിക്കും തിരശ്ശീലയിൽ സംവിധായകനാവുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം അതാണ്, മെയ് 9. ഞാൻ കുറച്ച് ഇമോഷണലാവും, മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ബിൻഡോയുടെ അന്ന് തുടങ്ങിയ യാത്രയാണ്. അത് കഴിഞ്ഞ് ക്വീൻ കഴിഞ്ഞ് ജനഗണമന കഴിഞ്ഞ് മലയാളിയിലാണ് ആക്ച്വലി ഷാരിസും ബിൻഡോയും കൂടെ പ്രിൻസിന്റെ എഴുത്തും പരിപാടിയും അതിനെപ്പറ്റിയുള്ള ചിന്തയും വന്നു. അപ്പോൾ ബിൻഡോയിൽ തുടങ്ങി, അതിലൊപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ഷാരിസ്, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അതേ ഷാരിസ് തന്നെ ബിൻഡോടൊപ്പം വന്നപ്പോൾ എനിക്ക് അതിലേറെ ഇരട്ടി മധുരമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ദിവസമാണ്, എന്നെ സംബന്ധിച്ചോളം എൻ്റെയും ദിവസമാണ് മെയ് 9. പ്രിൻസ് ആൻഡ് ഫാമിലി. മൂന്നാമത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ. ജനഗണമന, മലയാളി 2 സിനിമ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ക്ലോസ് സർക്കിളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഫാമിലി ആയിട്ടാണെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ലിസ്റ്റിന് എനിക്ക് ഭയങ്കര ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഷാരിസും ബിൻഡോയും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ബിജോ ഓക്കെ ലിസ്റ്റിൻ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന് ഏറ്റവും അധികം താങ്ക്സ് പറയുന്നത് ലിസ്റ്റിനോടാണ്. താങ്ക് യു ലിസ്റ്റിൻ. കാര്യം ഇതുപോലെ പ്രൊഡ്യൂസർമാര്, ഒന്നാമത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമയിൽ അങ്ങനെയാണ്, നഷ്ടങ്ങൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. അപ്പൊ ഈ സിനിമയിൽ പുതിയ സംവിധായകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ കാശിറക്കാൻ ഒരാൾ വേണ്ട. അപ്പൊ അതിന്റെ ഏറ്റവും മുമ്പിൽ നിന്ന ലിസ്റ്റിൻ സ്റ്റീഫന് ശരിക്കും നന്ദി പറയാണ് ഈ മൊമെന്റിൽ. ഈ സിനിമ സംഭവിക്കാൻ മൂന്നാമത്തെ കാരണവും അതിന്റെ ഏറ്റവും മേളിലുള്ള കാരണവും ലിസ്റ്റിനാണ്. നാലാമത് ദിലീപേട്ടന്റെ സിനിമകൾ കണ്ട് ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ, സംവിധായകനൊക്കെ പിന്നീടാണ്, ഞാനൊക്കെ ഒരുപാട് സന്തോഷിച്ചു. ബിൻഡോയും ഷാരിസും വിളിച്ച് പറയുന്നുണ്ട്, എടാ ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോകാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓർക്കണ്ട. ഞാൻ പറഞ്ഞു, എടാ പൊളിക്ക്, ഉഷാറാവട്ടെ. അത് കഴിഞ്ഞ് ബിൻഡോയും ഷാരിസും അടുത്ത് പറയാം, എടാ ദിലീപേട്ടൻ ഓക്കെ പറയും. ആ മൊമെന്റാണ് ദിലീപേട്ടൻ ശരിക്കും അടുത്ത ഒരു, അതായത് സിനിമ സംഭവിക്കാൻ ഒരു പുതിയ സംവിധായകന് ദിലീപേട്ടൻ നിങ്ങൾ കൊടുത്ത ഓപ്പർച്യൂണിറ്റി, ലിസ്റ്റിൻ കൊടുത്ത ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള സംവിധായകരുടെ കൂടെ നിന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് നിങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. സത്യം പറഞ്ഞു വളർന്നു വരുന്ന ഓരോ ഡയറക്ഷൻ ടീമിലെ ഓരോരുത്തർക്കും കിട്ടിയ അവസരം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ ദിവസം മെയ് 9 അത് കൺവേർട്ട് ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എല്ലാവരോടും ഈ സിനിമ ഞാൻ കണ്ടതാണ്, ഞാൻ പേഴ്സണലി പറയണ ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ ഭയങ്കരമായിട്ട് എനിക്ക് ആകെ എല്ലാവരോടും ഉള്ള ഒരു പോയിന്റ്, ഒരു സിമ്പിൾ കാര്യമാണ്, നിങ്ങൾ ഒരുപാടൊന്നും സ്നേഹിക്കണ്ട, നിങ്ങൾ സ്നേഹിക്കാനൊന്ന് ശ്രമിക്കുക. ഈ സിനിമ കാണാൻ മെയ് 9 തിയേറ്ററിലേക്ക് വരിക. പ്രിൻസ് ആൻഡ് ഫാമിലി, ഇത് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് റിലാക്സ് ആയിട്ട് വന്നിരുന്ന തിയേറ്ററിൽ വന്ന് കാണാം. നമ്മുടെ ബിൻഡോയുടെ പടമാണ്, ഷാരിസിന്റെ ആണ്, ലിസ്റ്റിന്റെ ആണ്, ദിലീപേട്ടന്റെ പടമാണ്.
അതിനൊപ്പം ഇത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്, എല്ലാ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. സിമ്പിളായിട്ട് വരിക, കാണുക, നിങ്ങൾ മനസ്സ് ഹാപ്പിയാവും. ഇത് എൻ്റെ വാക്കാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ട്. കാരണം ബിൻഡോ എന്ന് പറയുന്ന ഡയറക്ടർ നമ്മൾ ബിൻഡോ ബിജുവിലൂടെ വർക്ക് ചെയ്യുന്ന ടൈം തൊട്ടേ അറിയാം. ബിൻഡോനെ പോലെ വളരെ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ. അത് നമ്മൾ അധികം നമുക്ക് കയ്യിൽ നിന്ന് എണ്ണാൻ പോലും പറ്റില്ല. എത്ര ആൾക്കാർ ബിൻഡോനെ പോലെ ആൾക്കാരെ നമുക്ക് കിട്ടില്ല. വെരി വെരി നൈസ് പേഴ്സൺ എന്ന് പറയുന്നത്. ആ പുള്ളിയുടെ പടം പുള്ളി ചെയ്യുമ്പോൾ ആ പുള്ളിയുടെ ബ്യൂട്ടി, ആ ഇന്നർ ബ്യൂട്ടി, അത് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ഫേസസിലും സംസാരത്തിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആ റിഫ്ലക്ഷനാണ് ഇമോഷണൽ റിഫ്ലക്ഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരുടെയും ഇമോഷനായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ ഇമോഷൻ ഡെഫിനറ്റ് ആയിട്ടും തിയേറ്ററിൽ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിസ്റ്റിൻ സാറിനെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ഇത് രണ്ടാമത്തെ പടം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. പുള്ളി ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പ്രോത്സാഹനം എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ബിൻഡോയ്ക്കും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ടീസറും വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എൻ്റെ കൂടെ ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പോലും എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ പ്രൊഡ്യൂസർ. ദിലീപേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ലീപ്പർ സെൽസിനെ പറ്റി പറയുള്ളൂ. ദിലീപേട്ടന്റെ സ്ലീപ്പർ സെൽസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് അവർ ഈ സിനിമ ഒരു വലിയ സക്സസ് ആക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാവരുടെയും എഫേർട്ടും എല്ലാവരുടെയും സ്ട്രെയിനും ഞാൻ കാണുന്നുണ്ട്. ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഇമോഷൻ എല്ലാവരുടെ അടുത്തും റീച്ച് ആവട്ടെ. മെയിനായിട്ട് എല്ലാവരും തിയേറ്ററിൽ വരണം, ഇത് കാണണം, ഇതൊരു വലിയ സക്സസ് ആക്കണം. താങ്ക് യു. നമസ്കാരം. മാജിക് ഫ്രെയിംസ് ഫാമിലിയുടെ ഒരു അംഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിന് അവസരം കൊടുത്ത ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, ഞാനും അതിലൊരു അംഗമാണ്. അരുൺ അതിലൊരു അംഗമാണ്. ബിൻഡോയെ കുറിച്ച് 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ജനഗണമനയുടെ സമയത്തും മലയാളി ഫ്രം ഇന്ത്യയുടെ സമയത്തും എല്ലാം ബിൻഡോ ഇങ്ങനെ ഓടി നടക്കുകയും എപ്പോഴും ഹാപ്പിയാണ്. ചിരിച്ച് മാത്രം സംസാരിക്കും. വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ബിൻഡോ. അങ്ങനെ സോഫ്റ്റായി സംസാരിച്ച് ഷാരിസും കൂടെ കൂടി മുതലാളിനെ പിടിച്ചു. നല്ലൊരു പടം എത്തി നിൽക്കുകയാണ്. പിന്നെ ഒരു വാക്ക് എനിക്ക് ലിസ്റ്റിൻ സ്റ്റീഫനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഒരുപാട് ശാഖകളായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആക്ടിങ് സ്കൂളും തിയേറ്റേഴ്സും ഡിസ്ട്രിബ്യൂഷനും റിലീസും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, എനിക്ക് ഇരിക്കപ്പുറത്തിയില്ല എന്നാണ് പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ കേൾക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇവിടെ മാജിക് ഫ്രെയിംസിൽ ഒരുപാട് പേരിങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് കേൾക്കാനുള്ളൊരു സമയക്കുറവ്. കണ്ടിന്യൂസ് സിനിമ നടക്കുന്നു, 5-6 സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ലൈൻ പ്രൊഡ്യൂസേഴ്സ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്, ഇവർക്കൊന്നും കേൾക്കാനുള്ള സമയമില്ല. നീ ഇതിൻ്റെ സമയം പോലെ ഒന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് തലയാട്ടിയതേ ഉള്ളൂ. ഇപ്പൊ പറയുകയാണ് 1 വർഷം കൊണ്ട് 618 കഥ കേട്ടിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ തല മുറിച്ചിരിക്കുക. അതിൽ നിന്ന് ഒരു 5-6 സിനിമകളോളം അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങുന്നുണ്ട്. അതിൽ ഒറ്റ കാര്യം പറയാം, നല്ല കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ഡോറ് ഓപ്പൺ ആണ്. ആർക്കും വന്ന് അവിടെ കഥ പറയാൻ പറ്റും. ലാസ്റ്റായിട്ട് പറഞ്ഞാൽ ദിലീപേട്ടൻ ഇന്നും കൂടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുന്നതിന് മുന്നേ പഞ്ചാബി ഹൗസ്, പറക്കം തലിക, പാണ്ടിപ്പട ഇതിന്റെ കോമഡി കേട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. എപ്പോൾ വീട്ടിൽ TV വെച്ചാലും എന്തെങ്കിലും ഒരു കോമഡി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് കോമഡി, പിന്നെ പ്ലേ ആണ്. അപ്പൊ അത്രയും ഞങ്ങൾ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു വിജയമാകട്ടെ. ബിൻഡോ അർഹിച്ച വിജയം. താങ്ക് യു. ഞാൻ ഉച്ചയ്ക്ക് ബിൻഡോയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വൈറ്റ്ല ജംഗ്ഷനിലെ ഒരു വലിയ ഹോർഡിങ്സിൽ ബിൻഡോ സ്റ്റീഫൻ, ഡയറക്ടർ ബൈ ബിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു. മറ്റൊന്നല്ല, ബിൻഡോയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ നടന്നിട്ടുള്ള ആള് ഞാൻ എൻ്റെ സഹോദരനാണ്. എനിക്ക് തോന്നുന്നത് ഷാരിസിന് ഈ കഥ പ്രിൻസ് കുറച്ച് ബിൻഡോയാണ്, ബിൻഡോയുടെ ലൈഫിൽ നിന്നാണ് ഷാരിസ് എനിക്ക് ഈ കഥയുടെ തുടക്കം മുതലറിയാം. പിന്നെ ദിലീപേട്ടൻ ഒരാഴ്ച മുന്നേ എൻ്റെ സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടാവും. അപ്പം ദിലീപേട്ടനെ കാണുമ്പോൾ സംസാരിക്കാൻ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്ന് ടെൻഷൻ കൊണ്ട് പറയാൻ വിട്ടുപോയി. ഞാൻ വെഡ്ഡിങ് വീഡിയോഗ്രാഫറായിരുന്നു.
അപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ വെഡ്ഡിങ് ആണ് ലാസ്റ്റ് എടുത്തത്. പിന്നെ ഞാൻ സിനിമ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ദിലീപേട്ടൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അത് ഞാനിപ്പോൾ ഗുണ്ടജൻ സിനിമ ചെയ്തു. അപ്പോൾ ഇതന്ന് പറയാൻ വേണ്ട, സോറി. പിന്നെ ലിസ്റ്റിൻ ചേട്ടൻ എൻ്റെ സിനിമ വന്ന് കണ്ടാണ്. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് നമ്മുടെ സിനിമ റിലീസ് മെയ് 23 പക്ഷേ എനിക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എന്ന് പറയുന്ന വേറൊന്നുമില്ല. എൻ്റെ 3ാമത്തെ സിനിമയാണ്. പക്ഷേ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സംവിധായകൻ്റെ അവസ്ഥ എനിക്കറിയാം. എൻ്റെ കൂടെ മിക്ക ദിവസവും എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ബിൻഡോ മെയ് 9 ഡിജോ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ഞാൻ ഈ സിനിമ കണ്ടതാണ്. ചെറുപ്പം മുതലേ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ദിലീപ് ഏട്ടനാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ജോണിച്ചേട്ടൻ എൻ്റെയും ബിൻഡോയുടെ സിനിമ നടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരെയും വിളിച്ച് ഒരുപാട് സംസാരിച്ച മനുഷ്യനാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എല്ലാ നന്മയും സംഭവിക്കട്ടെ. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ബിൻഡോ ഒരു വലിയ സംവിധായകനായി മാറട്ടെ, അത് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു കേട്ടോ, എൻ്റെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ ഓഡിയോ ലോഞ്ചിൽ വന്നപ്പോൾ ദിലീപ് ഏട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു സിനിമ മെയ് 9 ഇറങ്ങുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി. അതുകൊണ്ട് തിരിച്ച് ഞാനും പറയുകയാണ്. അന്ന് ദിലീപ് ഏട്ടൻ പറഞ്ഞു ഓഡിയോ ലോഞ്ച് നടക്കുമോന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമയുടെ കാര്യം പറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ചു പറയുന്നത് മെയ് 23 യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ എൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്. ഏകദേശം തന്നെയാണ് തോന്നുന്നത്. എന്നാലും ഒന്ന് ഓർമ്മിക്കുകയാണ്, എൻ്റെ പടത്തിലെ ഒരു ഹീറോ തന്നെയാണ് ജോണി ആന്റിച്ചേട്ടൻ. പിന്നെ മഞ്ജുപിള്ള ചേച്ചി, എൻ്റെ പടത്തിലെ നായിക സാരംഗി ശ്യാം, എല്ലാവരും ഉണ്ട്. ശരി, താങ്ക് യു.